കഥ വാനരരാജ്യം. ഒരു കാലത്ത് ഭാഡിയ എന്ന പേരുള്ള ഒരു കാട്ടുണ്ടായിരുന്നു. ആ കാട്ടിന്റെ രാജാവായിരുന്നു ഒരു ശക്തനായ സിംഹം. സിംഹം ദയുള്ളവനായിരുന്നു. എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. സിംഹം മൃഗങ്ങൾക്ക് പല നല്ല കാര്യങ്ങളും പഠിപ്പിച്ചു. പഴങ്ങളും പച്ചക്കറികളും എങ്ങനെ കൃഷി ചെയ്യണം, വീടുകൾ എങ്ങനെ നിർമ്മിക്കണം, പിന്നെക്കായി ഭക്ഷണം എങ്ങനെ ശേഖരിക്കണം എന്നിവ അവൻ പഠിപ്പിച്ചു. അതുകൊണ്ട് ആ കാട് സമ്പന്നവും മനോഹരവുമായി മാറി. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഭാഡിയയിൽ വാഴമരങ്ങൾ വളരെ കുറവായിരുന്നു. കുരങ്ങുകൾക്ക് വാഴപ്പഴം വളരെ ഇഷ്ടമായതിനാൽ അവർ ദുഃഖിതരായിരുന്നു. അവർ ദിവസവും പരാതിപ്പെടാൻ തുടങ്ങി. ഞങ്ങൾക്ക് കൂടുതൽ വാഴപ്പഴം വേണം, കുരങ്ങുകൾ പറഞ്ഞു. മന്ദമന്ദമായി കുരങ്ങുകൾ സിംഹരാജാവിനോട് കോപപ്പെടാൻ തുടങ്ങി. സിംഹം തങ്ങളെ സഹായിക്കുന്നില്ലെന്ന് അവർ കരുതി. ഭാഡിയയ്ക്ക് സമീപം ഉസിക്ക എന്ന മറ്റൊരു കാട്ടുണ്ടായിരുന്നു. അവിടെ ലോഭികളും കപടബുദ്ധിയുള്ളവരുമായ കുറുക്കന്മാരായിരുന്നു ഭരണാധികാരികൾ. ആ കാട്ടിൽ ധാരാളം വാഴമരങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഭാഡിയയിലെ കുരങ്ങുകൾക്ക് വാഴപ്പഴം വളരെ ആവശ്യമാണെന്ന് കുറുക്കന്മാർ അറിഞ്ഞു. അവർ ഒരു രഹസ്യ പദ്ധതി തയ്യാറാക്കി. അവർ കുരങ്ങുകളുടെ അടുത്ത് ചെന്നു പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് ധാരാളം വാഴപ്പഴം തരാം. കുരങ്ങുകൾ വളരെ സന്തോഷിച്ചു. പക്ഷേ കുറുക്കന്മാർക്ക് പകരം എന്തോ വേണമായിരുന്നു. അവർ ഭാഡിയ കാട്ടിലേക്ക് കടന്ന് അവിടെയുള്ള കോഴികളെയും മുയലുകളെയും കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. കുരങ്ങുകൾ ഭയന്നു പറഞ്ഞു, സിംഹം ഇത് അറിഞ്ഞാൽ ഞങ്ങളെ തടയും. അപ്പോൾ കുറുക്കന്മാർ മറ്റൊരു പദ്ധതി തയ്യാറാക്കി. അവർ എല്ലാ മൃഗങ്ങളോടും പറയാൻ തുടങ്ങി, കുരങ്ങുകൾ സിംഹങ്ങളെക്കാൾ ബുദ്ധിമാന്മാരാണ്. കാട് ഭരിക്കേണ്ടത് കുരങ്ങുകളാണ്. മന്ദമന്ദമായി പല മൃഗങ്ങളും കുറുക്കന്മാരുടെ വാക്കുകൾ വിശ്വസിക്കാൻ തുടങ്ങി. വേഗം തന്നെ കുരങ്ങുകൾ ശക്തരായി. കുറുക്കന്മാർ സൗജന്യമായി വാഴപ്പഴം കൊടുക്കുന്നത് തുടർന്നു. കുരങ്ങുകൾ അത് എല്ലാവർക്കും പങ്കുവച്ചു. മൃഗങ്ങൾ മടിയന്മാരായി മാറി. അവർ പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുന്നത് നിർത്തി. ചെറുപ്പമായ മൃഗങ്ങൾ കൃഷിയും കഠിനാധ്വാനവും പഠിക്കുന്നത് നിർത്തി. സിംഹവും ബുദ്ധിമാനായ മൃഗങ്ങളും ആശങ്കപ്പെട്ടു. അവർ പറഞ്ഞു, നാം ഭക്ഷണം കൃഷി ചെയ്യുന്നത് നിർത്തിയാൽ ഒരു ദിവസം ഭക്ഷണം ഒന്നും ബാക്കിയുണ്ടാകില്ല. പക്ഷേ ആരും അവരുടെ വാക്കുകൾ കേട്ടില്ല. മൃഗങ്ങൾക്ക് സൗജന്യ വാഴപ്പഴം മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. ഓരോ ദിവസവും കുറുക്കന്മാർ കൂടുതൽ കോഴികളെയും മുയലുകളെയും ആവശ്യപ്പെട്ടു. കാട് പതുക്കെ ദുർബലമായി. എന്നിട്ടും കുരങ്ങുകൾ അപകടം മനസ്സിലാക്കിയില്ല. അവർ ഇന്നിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു, നാളെയെക്കുറിച്ച് അല്ല. അങ്ങനെ ഭാഡിയ കാട്ടിന്റെ ഭാവി സുരക്ഷിതമല്ലാത്തതാക്കി മാറി. ഇപ്പോൾ പറയൂ, നിങ്ങൾ സിംഹരാജാവായിരുന്നെങ്കിൽ ഭാഡിയ കാടിനെ രക്ഷിക്കാൻ എന്തു ചെയ്തേനെ?